രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന കേരളത്തിലെ വാണിജ്യ നഗരം കൊച്ചി വികസന കുതിപ്പിൽ മുന്നേറുമ്പോഴും കൊച്ചിയുടെ വളർച്ചയ്ക്ക് ദിശാബോധമുണ്ടോ? ഉയർന്നു പൊങ്ങുന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഞെരിഞ്ഞു കഴിയുന്ന ജീവനുകളുമുണ്ട്. കൊച്ചിയുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ക്യാമറ തിരിക്കുകയാണ് മൈഫിൻ TV. സ്മാർട്ടാണോ കൊച്ചി? ₹20 സമൃദ്ധമായ ഉച്ചയൂണ് ലഭിക്കുന്ന ഒരിടം, കൊച്ചിയുടെ സ്വന്തം സമൃദ്ധി. 4 വർഷം പിന്നിടുമ്പോൾ ട്രെയിനുകളിൽ ഉൾപ്പെടെ ഭക്ഷണം എത്തിക്കുകയാണ് ഈ കൂട്ടായ്മ. നോർത്ത് പരമാര റോഡിൽ സമൃദ്ധി അറ്റ് കൊച്ചി തുടങ്ങുമ്പോൾ നെറ്റി ചുളിച്ചവരുണ്ട്. ഇത്രയും കുറഞ്ഞ നിരക്കിൽ നല്ല ഭക്ഷണം നൽകാനാകുമോ എന്ന് ആശങ്കപ്പെട്ടവർ ഏറെയാണ്. എന്നാൽ സമാനതകളില്ലാത്ത നിലയിൽ ഹോട്ടൽ ജനകീയമായി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സബ്സിഡി ഊണ് നൽകിയ ഹോട്ടലാണിത്. ഇതുവരെ 31 ലക്ഷം ഊണ് നൽകി. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ ഏക ഹോട്ടൽ. 14 പേരുമായി ആരംഭിച്ച സംരംഭത്തിൽ ഇന്ന് 206 പേരുണ്ട്. നല്ല അഭിപ്രായമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ആളുകൾ നമുക്ക് ഡെയിലി കൂടിക്കൊണ്ടിരിക്കണ, കുറയണില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വീട്ടിലെ ഊണ് എന്നതുപോലെ തന്നെയാണ് സമൃദ്ധിയിലേക്ക് വന്നാൽ സമൃദ്ധിയിലെ ഊണ്. അതുപോലെ വീട്ടിലെ പോലെ തന്നെ നല്ല വൃത്തിയുള്ള പരിസരവും ആഹാരവും ഒക്കെ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. 2021 ഒക്ടോബറിലാണ് കോർപ്പറേഷൻ സമൃദ്ധി പദ്ധതി ആരംഭിച്ചത്. ആദ്യം 10 രൂപയായിരുന്നു ഊണിന് വില, ഇപ്പോൾ 20 രൂപയാണ്. നല്ല 20 രൂപയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സമൃദ്ധിയായിട്ട് കഴിക്കാം. ആ പേര് പോലെ തന്നെ വയറ് നിറയും. എല്ലാവരും തിരക്ക് കണ്ടോ, ഇത്രയും പേര് എല്ലാ ദിവസവും വരുന്നുണ്ട്. നല്ല ഭക്ഷണം 20 രൂപയ്ക്ക് മുതലാകും. ഞങ്ങളൊരു ചെറിയ സെക്യൂരിറ്റി ജോലി ചെയ്യുന്നതാണ്. നമുക്ക് മാസം ഒരു 3000 രൂപയ്ക്കൊക്കെ നല്ല ഫുഡ് 3 നേരം കഴിക്കാൻ പറ്റിയതാണ്. നല്ല രുചികരമായ ഫുഡാണ്. 20 രൂപയ്ക്ക് മുതലാണ്. നമ്മളെപ്പോലുള്ളവർ കഴിക്കുമ്പോൾ 20 രൂപയ്ക്ക് ലാഭമാണ്. ഇവിടെ വന്ന് താമസിക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. എല്ലാവർക്കും ഇതാവുന്നുണ്ട്, സപ്പോർട്ട് ആവുന്നുണ്ട്. പേര് പോലെ തന്നെ സമൃദ്ധമാണ് കൊച്ചി നഗരസഭയുടെ സമൃദ്ധി അറ്റ് കൊച്ചിയിലെ ആഹാരവും. കൊച്ചിയിലെത്തുന്നവർക്ക് പോക്കറ്റ് കാലിയാകാതെ ഇനി കുറഞ്ഞ ചെലവിൽ ആഹാരം കഴിക്കാം. ക്യാമറമാൻ അരവിന്ദ് KR-നൊപ്പം അനീഷ് ദേവസ്യ, മൈഫിൻ TV, കൊച്ചി.